നമസ്കാരം, ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വില്യം ഷേക്സ്പിയർ ജൂലിയസ് സീസർ നാടകത്തിൽ ചോദിച്ചു. ഇടയ്ക്കിടെ നമ്മളിൽ പലരും അതെടുത്ത് പ്രയോഗിക്കുന്നുമുണ്ട്. പക്ഷേ പേരിൽ കാര്യമുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പേരുമാറ്റത്തിലായാലും പ്രധാനമാണ്. ജന്മഭൂമി 2 മിനിറ്റ്സിന്റെ ഈ ലക്കം പേരുമാറ്റത്തെക്കുറിച്ചാണ്. ശ്രീ മഹാഭാഗവതത്തിലെ അജാമിള മോക്ഷം വായിച്ചിട്ടുള്ളവർക്കറിയാം പേരിന്റെ വില. നാരായണ എന്ന ഒറ്റ വിളിയിൽ അവസാന കാലത്ത് പാപങ്ങൾ പോയി മോക്ഷം കിട്ടിയ കഥയാണ്. അത് മറ്റൊരു പേരിന്റെ കഥ. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പേരുമാറ്റി. പുതിയ പേര് സേവാ തീർത്ത് എന്നാണ്. എന്തിനാണ് ഈ പേരുമാറ്റം? PMO പോരായിരുന്നോ? 78 വർഷമായി ആ പേരല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ടാകും. കേരളയെ കേരളമാക്കണമെന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കും വരെ കേന്ദ്ര സർക്കാരിന്റെ പേരുമാറ്റങ്ങളെ എതിർത്തവരായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ മിക്കതും. അവരും ചോദിച്ചിരുന്നത് പേരുമാറ്റിയാൽ എന്തു കാര്യം എന്നായിരുന്നു. തോന്നും കേരളത്തിൽ പാകിസ്ഥാൻ കോളനിയും മോസ്കോ ജംഗ്ഷനും സദ്ദാം ഹുസൈൻ റോഡും ചെഗുവേര മുക്കുമൊക്കെ പേരിട്ടവരാണ് ഈ ചോദിക്കുന്നതെന്ന് ഓർമ്മിക്കണം. പേരിലേക്ക് വരാം. പേരുമാറ്റങ്ങൾ വേരുമാറ്റമാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. സ്വന്തം വേരിലേക്കുള്ള മടക്കമാണെന്നാണ് അറിയേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ PMO എന്ന 3 ഇംഗ്ലീഷ് അക്ഷരത്തിൽ നിന്ന് സേവാ തീർത്ത് എന്ന് മാറ്റുമ്പോൾ ഭാഷ മാത്രമല്ല സംസ്കാരം കൂടിയാണ് മാറുന്നത്. അതിലൂടെ പുതിയൊരു മനോഭാവമാണ് രൂപപ്പെടുന്നത്. ഓഫീസ് തീർത്ഥമായി മാറുന്നു. പ്രധാനമന്ത്രി എന്ന അധികാരത്തിന്റെ, ഹിന്ദിയിൽ പറഞ്ഞാൽ സത്തയുടെ ശബ്ദം സേവയിലൂടെ സേവനത്തിലേക്ക് വഴിതിരിയുന്നു. വിശാലമായ സങ്കല്പമാണ്. വികാരത്തിന്റെ വേറിട്ടൊരു സംക്രമണമാണത്. ഇത് ഒരു റക്കം ഞെട്ടിയുണർന്നപ്പോൾ തോന്നിയതല്ല. അതിനാലാണ് പ്രധാനമന്ത്രി അല്ല, ഞാൻ പ്രധാന സേവകനാണെന്ന് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദിയിലെ സേവകൻ സ്വയം പ്രഖ്യാപിച്ചത്. ഓർമ്മിക്കണം, 11 വർഷം മുമ്പേ ആയിരുന്നു അത്. പേര് മനോഭാവം മാറ്റും. സമീപനം, പ്രതികരണം, കാഴ്ചപ്പാട് എല്ലാം മാറ്റും. പേര് വഹിക്കുന്നവർക്കും സമീപിക്കുന്നവർക്കും പ്രധാന സേവകൻ പറഞ്ഞതുപോലെ എല്ലാ പേരും, എല്ലാ സ്ഥാപനവും, എല്ലാ അടയാളവും ഒറ്റ ആശയത്തിലേക്ക് എത്തിച്ചേരണം. സർക്കാർ സേവനത്തിനുള്ളതാണ് എന്ന ആശയത്തിലേക്ക്. സേവാ ഹി പരമോധർമ്മ എന്നാണ് സംസ്കൃതത്തിൽ ആപ്തവാക്യം. സേവനം തന്നെയാണ് ഏറ്റവും പ്രധാനമായ ധർമ്മം എന്നാണ് അതിന്റെ മലയാളം. ലോകത്തെ മുഴുവൻ സേവിക്കുവാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണ തലവന്റെ കാര്യാലയത്തിന് പേര് സേവാ തീർത്ത് എന്നാകുന്നത് സ്വാഭാവികമാണ്, ആകണം. രാജ്ഭവനുകളെ ലോക് ഭവൻ ആക്കിയപ്പോൾ അത് വെറും പേര് മാറ്റമല്ല, ഫെഡറലിസത്തിന്റെ പുതിയ മുഖമാണ് കാണിച്ചത്. ലോക് എന്നാൽ പൊതുജനം എന്നാണ് അർത്ഥം. ഗവർണറുടെ ഓഫീസുകൾ ജനങ്ങളുടെ ഓഫീസ് ആക്കുകയാണ് ലക്ഷ്യമിട്ടത്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് റേസ് കോഴ്സ് എന്നും സഫ്ദർജംഗ് എന്നും മറ്റുമുള്ള പേരുകൾ മാറ്റി ലോക് കല്യാൺ മാർഗ് ആക്കിയപ്പോൾ നരേന്ദ്രമോദി ലക്ഷ്യമിട്ടതും പൊതുജന ബന്ധമായിരുന്നു. പേരുമാറ്റങ്ങൾ ഏറെയുണ്ടായി മോദി സർക്കാരിന്റെ സങ്കല്പത്തിൽ. കേന്ദ്ര സർക്കാരിന്റെ ചുവട് പിടിച്ച് ചില സംസ്ഥാനങ്ങളും ചില പേരുകൾ മാറ്റി. ഉത്തർപ്രദേശിൽ അലഹബാദിനെ പ്രയാഗ്രാജ് ആക്കിയപ്പോൾ യാഗ പൈതൃകത്തിന്റെ സ്വത്വത്തിലേക്ക് ചരിത്രത്തിലൂടെ നടന്നു പോവുകയായിരുന്നല്ലോ. ഫൈസാബാദിനെ അയോധ്യ ആക്കിയപ്പോൾ വലിയൊരു ചരിത്ര തെറ്റുകൂടി തിരുത്തി. മുഗൾ സരായി റെയിൽവേ സ്റ്റേഷനെ ദീൻ ദയാൽ ഉപാധ്യ എന്ന് പേര് മാറ്റിയപ്പോൾ ചരിത്രം കുറിക്കുകയായിരുന്നു. ഹരിയാനയിലെ ഗുഡ്ഗാവിനെ പഞ്ചസാര ശർക്കര കച്ചവട സ്ഥാനം എന്ന ചിന്തയിൽ നിന്ന് ഗുരുഗ്രാമമാക്കിയപ്പോൾ പൈതൃകത്തിന് പാദ നമസ്കാരം ചെയ്യുകയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം സൈനിക ശക്തിയും നാടിന്റെ സംസ്കാര വൈവിധ്യവും പ്രദർശിപ്പിക്കുന്ന രാജ്പഥ് എന്ന അധികാരത്തിന്റെ ആയുധ ശക്തി പ്രകടന വേദിയുടെ വീതിയെ കർത്തവ്യപഥ് ആക്കിയപ്പോൾ, ഭരണനിർവഹണത്തിന്റെ കാര്യാലയ കേന്ദ്രങ്ങളെ കർത്തവ്യ ഭവൻ ആക്കിയപ്പോൾ അതിന്റെ ലക്ഷ്യം കടമയുടെ ഉത്തരവാദിത്വത്തിന്റെ ബോധം ജനങ്ങളിലും ജീവനക്കാരിലും വളർത്തുകയായിരുന്നുവല്ലോ. കൃത്യമായ ലക്ഷ്യത്തോടെ, വ്യക്തമായ പദ്ധതിയോടെയാണ് പേരുമാറ്റങ്ങൾ ഓരോന്നും. പേരുമാറ്റാൻ വേണ്ടിയുള്ള മാറ്റങ്ങളല്ല, മനോഭാവത്തിന്റെ മാറ്റമാണ് അതിലൂടെ സാധ്യമാകുന്നത്. ഒരു പേരുണ്ടായാൽ മാത്രം പോരാ, അതിന് വേരുണ്ടാകുകയും വേണം. അപ്പോഴാണ് ഇന്ത്യ എന്ന് ഭാരതമാകുമെന്ന ചോദ്യം ഉയരുന്നത്. ഇന്ത്യയെ ഭാരതം എന്ന് പ്രയോഗിക്കണമെന്ന ആവശ്യത്തോട് എതിർപ്പില്ലെങ്കിലും ഇന്ത്യ ഒഴിവാക്കി ഭാരതം ഭാരത് എന്നാക്കണമെന്ന ചില ഹർജികളിലെ ആവശ്യം സുപ്രീം കോടതി 2 വട്ടം തള്ളി. എന്നാൽ ഭരണഘടനയിൽ അതിന്റെ ഹിന്ദി പതിപ്പിൽ ഭാരത് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഹിന്ദിയിൽ ഭാരത് അർത്ഥാത് ഇന്ത്യ രാജ്യോം കാ സംഘ് ഹോഗ എന്നാണ് തുടക്കം.
1950-ലാണ് ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച് ഒപ്പുവെച്ച രാജ്യത്ത് ആദ്യം പ്രസിദ്ധീകരിച്ചത്. അടിസ്ഥാന ഭരണഘടന ഇംഗ്ലീഷിലാണ്. അതിൽ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്നാണ് തുടക്കം. ഇന്ത്യയും ഭാരതവും രണ്ടായി ചിന്തിക്കാൻ ഇട നൽകുന്ന സാഹചര്യം സംജാതമാകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. സാംസ്കാരിക ഭൂതകാലവും പരിഷ്കൃതിയുടെ വർത്തമാനകാലവും പറയുമ്പോൾ ഭാരതത്തിന് പകരം ഇന്ത്യ ചേരാതെ വരും. സംസ്കാരവും പരിഷ്കാരവും തമ്മിലുള്ള അത്തരത്തിൽ ഇന്ത്യക്കും ഭാരതത്തിനുമിടയിൽ വിടവുണ്ടാകുന്നുണ്ട് എന്ന് ആരും സമ്മതിക്കും. ഭാരതം, ആര്യാവർത്തം, ഭാരതവർഷം, ജംബൂദ്വീപ്, ഹിന്ദ്, ഹിന്ദുസ്ഥാൻ, ഇന്ത്യ എന്നിങ്ങനെയുള്ള ഓരോ പേരുകളും ഒരേ ഭൂ അതിർത്തി പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും സാംസ്കാരികമായി വെവ്വേറെ വികാരമാണ് സംക്രമിപ്പിക്കുന്നത് എന്നതിൽ തർക്കമില്ലല്ലോ. പക്ഷേ ഭാരതമാതാവ് എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഹാലിളകുന്നവർക്കിടയിൽ നിന്നാണ് ഇത് പറയുന്നത് എന്നാണ് പ്രശ്നം. പക്ഷെ അവർക്ക് ജയ് ഹിന്ദ് എന്ന് പറയാൻ മടിയുമില്ല. സുഭാഷ് ചന്ദ്രബോസാണ് ഹിന്ദ് എന്ന പേരിന്റെ രൂപം കൊടുത്തത്. വേരുതേടി പോകുന്ന വാക്ക് ഭാരതവർഷത്തിലും അതിനു മുമ്പത്തെ ജംബുദ്വീപത്തിലും ആര്യാവർത്തത്തിലും ചെന്നില്ലെങ്കിലും ഭാരതത്തിൽ എത്തേണ്ടതു കൂടിയുണ്ട്. ഭരണഘടനയും ഭാരതമെന്ന് പ്രയോഗിച്ച് അംഗീകരിച്ചിരിക്കെ G20 രാജ്യങ്ങളുടെ യോഗങ്ങൾക്ക് ആതിഥേയയായപ്പോൾ രാഷ്ട്രപതി അയച്ച ക്ഷണക്കത്ത് അങ്ങനെ ഒരു തുടക്കമായിരുന്നുവല്ലോ. പ്രസിഡന്റ് ഓഫ് ഭാരത് ആയിരുന്നു ക്ഷണിച്ചത്. ഇനി കേരള എന്നത് കേരളമാക്കണമെന്ന ആവശ്യത്തോട് കേരളത്തിലെ BJPയുടെ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയല്ലോ, ഭരണക്കാർ പരിഗണിച്ചോ എന്ന് നോക്കിയല്ലോ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത്. വികസനത്തിലും പുരോഗതിയിലും രാഷ്ട്രീയം പാടില്ല എന്നാണ് BJP പറയുന്നതും.